ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ പൊടി കുഴച്ചെടുത്തിട്ട് ചുട്ടെടുക്കുന്ന രീതിയിലല്ല, ഇന്ന് നമ്മൾ മാവ് തയ്യാറാക്കിയിട്ടാണ് ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് വരെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇടിയപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടി തന്നെ മതി കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ 1 കപ്പ് അരിയിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പൊടി കൂട്ടുന്നതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ കൂടുതലായിട്ട്. അപ്പോൾ കപ്പ് പൊടിക്ക് 1.25 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 2.5 കപ്പ് വെള്ളം വേണ്ടി വരും കേട്ടോ. അങ്ങനെ ആ ഒരു കണക്കിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു പൊടിയിലെ എല്ലാ കട്ടകളും നന്നായിട്ട് തന്നെ ഉടച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലാണ് കേട്ടോ ഈ ഒരു മാവ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇടിയപ്പം നല്ല എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഇതുവരെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ആയ ശേഷം മാത്രമേ തീ കത്തിക്കാവൂ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നിർത്താതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു മാവ് ഈ ഒരു പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരണം. ആ ഒരു സമയം വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഒന്ന് അങ്ങോട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പാനിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് ഈ ഒരു മാവ് മാറ്റി കൊടുക്കുക കേട്ടോ. ഈ ഒരു ചൂട് കിടന്നിട്ട് തന്നെ അത് ഓവറായിട്ട് കുക്കാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇനി നമുക്കിത് അടച്ചു വെക്കണം. ഒരു 15 മിനിറ്റ് അടച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിനിത് ചൂടൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ചൂടൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് ഇട്ടത്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ലത്. ഒരുപാട് സമയമൊന്നും കുഴച്ചെടുക്കണ്ട, ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നൂൽപുട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ അല്പം ഓയിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ടിപ്പാണ്, നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ നൂൽപുട്ടിൻ്റെ മാവൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു അല്പം ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് നിറച്ച ശേഷം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ചുട്ടെടുക്കുന്ന തട്ടിലാണ് കേട്ടോ നൂലപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇടിയപ്പത്തിൻ്റെ തട്ടിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചിരവിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് ചുറ്റിച്ചു കൊടുക്കാനൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പൊടി ഒഴിച്ച് അപ്പോൾ നമ്മൾ പൊടി തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്ത് ചുട്ടെടുക്കുന്നതിലേറെ എക്സ്ട്രാ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആര് തയ്യാറാക്കിയെടുത്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അതുപോലെ നമുക്ക് ഇത് ഒരുമിച്ച് 2 കപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ കഴിയുള്ളൂ. 2 കപ്പിലേറെ കൂടുതൽ പൊടി എടുക്കുകയാണെങ്കിൽ നമ്മൾ 2-3 ബാച്ചായിട്ട് ചെയ്യേണ്ടി വരും. ഒരു സമയത്ത് 2 കപ്പ് പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്കിത് ഇളക്കി കൊടുക്കാനൊക്കെ കഴിയുള്ളൂ. അതല്ലെങ്കിൽ അതിൽ കൂടുതൽ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് ആ ഒരു മാവ് കട്ടിയാക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു സമയത്ത് 2 കപ്പ് വരെ ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.